ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കരീന. IPL ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ മത്സരത്തിൽ വിജയിച്ചതോടുകൂടി RCB പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്തേക്ക് കയറി വന്നിട്ടുണ്ട്. അതേസമയം ഏറ്റവും അവസാന സ്ഥാനത്ത് KKR തന്നെയാണ് തുടരുന്നത്. ഏതായാലും IPLുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില അപ്ഡേറ്റുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഓരോന്നായിക്കൊണ്ട് പരിശോധിക്കാം. ഒന്നാമത്തേത് പാറ്റ് കമ്മിൻസുമായി ബന്ധപ്പെട്ടതാണ്. ഇദ്ദേഹം ഫിറ്റ്നസ് ടെസ്റ്റ് പാസ്സായി എന്നുള്ള കാര്യം ക്രിക്കറ്റ് ഓസ്ട്രേലിയ കൺഫേം ചെയ്തിട്ടുണ്ട്. വെള്ളിയാഴ്ച അദ്ദേഹം SRHനൊപ്പം ജോയിൻ ചെയ്യും. വരുന്ന 25-ാം തീയതി രാജസ്ഥാൻ റോയൽസിനെതിരെ ഒരു മത്സരം SRH കളിക്കുന്നുണ്ട്. ആ മത്സരത്തിൽ കമ്മിൻസ് ഉണ്ടാകും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. രണ്ടാമത്തേത് CSKയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. അതായത് CSKയുടെ മാനേജ്മെന്റ് ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ DJക്കെതിരെ ഒരു പരാതി നൽകിയിട്ടുണ്ട്. അതായത് CSKയെ അപമാനിക്കുന്ന തരത്തിലുള്ള പാട്ടുകൾ അവിടെ വെച്ചിരുന്നു. ഈ വിഷയത്തിലാണ് CSK മാനേജ്മെന്റ് RCBയുടെ DJക്കെതിരെ ഒരു പരാതി നൽകിയിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ അപ്ഡേറ്റ് അത് ധോണിയുമായി ബന്ധപ്പെട്ടതാണ്. ഇദ്ദേഹം തിരിച്ചെത്തുകയാണ് എന്നുള്ള കാര്യം എക്സ്പ്രസ് സ്പോർട്സ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. വരുന്ന 23-ാം തീയതി വാങ്കഡെ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് മുംബൈ ഇന്ത്യൻസിനെതിരെ CSK ഒരു മത്സരം കളിക്കുന്നുണ്ട്. ആ മത്സരത്തിൽ ധോണി കളിച്ചേക്കും എന്നാണ് റിപ്പോർട്ടുകൾ. നാലാമത്തേത് രോഹിത് ശർമ്മയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ്. ഇന്ന് മുംബൈ ഇന്ത്യൻസ് പഞ്ചാബിനെതിരെ ഒരു മത്സരം കളിക്കുന്നുണ്ട്. ഈ മത്സരത്തിൽ രോഹിത് കളിച്ചേക്കില്ല എന്നായിരുന്നു ഇന്നലെ ക്രിക്ക് ബസ് റിപ്പോർട്ട് ചെയ്തത്. താരത്തിന് പരിക്കിന്റെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അദ്ദേഹം ഇപ്പോൾ നോർമൽ ആയിക്കൊണ്ട് ട്രെയിനിങ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിൽ കളിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോഴും ലഭിച്ചിട്ടില്ല. ഇനി അഞ്ചാമത്തേത് വിൽ ജാക്സുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ്. ഈ ഇംഗ്ലീഷ് താരം ഇതുവരെ മുംബൈ ഇന്ത്യൻസിനൊപ്പം ജോയിൻ ചെയ്തിട്ടില്ല. പക്ഷെ അധികം വൈകാതെ തന്നെ ജോയിൻ ചെയ്യും എന്നാണ് മാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. കൃത്യമായ ഒരു ഡേറ്റ് ഇപ്പോഴും പുറത്തേക്ക് വന്നിട്ടില്ല. ഇങ്ങനെ 5 അപ്ഡേറ്റുകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.